ടീച്ചറായിരുന്നു. ഞങ്ങൾ ടീച്ചർ LSS പഠിപ്പിച്ചിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് വരുമ്പോഴത്തേനും മരിച്ചുപോയി. പ്രിയമുള്ളവരെ, നാഥനില്ലാത്ത സ്കൂളെന്ന് തന്നെ പറയാം. കുറുവ ഗ്രാമപഞ്ചായത്ത് പള്ളിപ്പറമ്പ് LP സ്കൂളിൻ്റെ മുന്നിലാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ഞെട്ടലോടെ കേട്ടിട്ടുള്ള 9 പേരുടെ മരണം. 14 പേര് വിനോദയാത്ര പോയി, സ്റ്റാഫ് ടൂർ ആയിരുന്നു. അതിൽ 9 പേര് മരണപ്പെട്ടു. ബാക്കിയുള്ളവർ ഹോസ്പിറ്റലിലാണ്. ഡ്രൈവറും ഒരു കുട്ടിയൊക്കെ അടക്കി. ഈ ഒരു സ്കൂളിൽ 6 പെർമനൻറ്റ് സ്റ്റാഫുകളാണുള്ളത്. ബാക്കി LP സ്കൂളിൽ ടെമ്പററി ടീച്ചേഴ്സ് ഉണ്ട്. അവരാരും ടൂറിൽ പോയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കണ താത്ത, ബാക്കി അധ്യാപകർ, ഡ്രൈവർ എല്ലാവരും കൂടിയിട്ട് അവരായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവരായിട്ട് പോയിട്ടുള്ളതാണ്. ബാക്കി അവർ അറിഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളതാണ് ഒന്ന് ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. എന്താ പേര് മോളെ? ഫാത്തിമ ലുബാബ. ആ മോനെ? മുഹമ്മദ് റിഷ്താൻ ഈ സ്കൂളിൻ്റെ സ്കൂൾ ലീഡറാണ്. അവൻ്റെ ഒപ്പം തന്നെയാണ് ഇവിടുത്തെ PTA പ്രസിഡന്റ് അല്ലേ? വളരെ വേദനാജനകമാണ് കേട്ടോ. ടീച്ചറുടെ പേരെന്താ? മോൻ്റെ ടീച്ചറുടെ പേരെന്താ? സൂറ ടീച്ചറും യാത്രയായിട്ടുണ്ട്. ടീച്ചറും ഒരു മോനും ഒരേ പന്തലിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരുപാട് യാത്രയപ്പുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ. പെൻഷനായിട്ടും അല്ലാതെ സ്ഥലം മാറിപ്പോണതും ആയിട്ടൊക്കെ ഒരുപാട് യാത്രയപ്പുകളും വാർഷികാഘോഷങ്ങളിലുള്ള ആരവങ്ങളോട് കൂടിയിട്ട് ഘോഷയാത്രകളായിട്ടും മറ്റും ഒരുപാട് ആഘോഷങ്ങളൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരം യാത്രയപ്പുകൾ ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് മൈതാനത്ത് നിന്ന് എല്ലാവരും ഒരുമിച്ച് പഠിപ്പിച്ചവർ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ, ഒരുമിച്ച് ഉല്ലാസയാത്ര പോയവർ, ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അവിടുത്തെ ഒരു പാചകക്കാരി, അവർ ഉമ്മയായിരുന്നു ഈ ഒരു സ്കൂളിൽ. അത് കഴിഞ്ഞിട്ടാണ് മോള് സായിദത്ത. ഇവരെ ചെറിയ പ്രായമാണ്. വളരെ വേദനാജനകമാണ്. ഈ ഒരു കുടുംബത്തെ, ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ സ്കൂൾ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷങ്ങളിൽ അടുത്ത വർഷം അധ്യയന വർഷത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഒരുപാട് പ്ലാനുകൾ ചെയ്തിട്ട് അതിൻ്റെ ഇടയിലാവും വെക്കേഷൻ ആകുമ്പോൾ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആരും അറിഞ്ഞിട്ടില്ല. അവർ മാത്രം ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു വാഹനം വിളിച്ചിട്ട് അവർ ടൂർ പോണ്. വാൾപ്പാറയിൽ വെച്ചിട്ട് അപകടം സംഭവിക്കണ്. എല്ലാവരും യാത്രയാവണം. ബാക്കിയുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ മക്കളൊക്കെ ടീച്ചേഴ്സായിരുന്നു. ഒരുപാട് മക്കളുണ്ട്. ഇവരെയൊക്കെ എന്ത് പറഞ്ഞ് നമുക്കറിയാം. ഒരു LP സ്കൂൾ, ഒരു നാടിൻ്റെ LP സ്കൂൾ എന്ന് പറയുമ്പം ആ ഒരു സ്കൂളായിട്ട്, അല്ലെങ്കിൽ അംഗനവാടികളും സ്കൂളുകൾക്ക് ഹൈസ്കൂൾ പോലെയല്ല, മറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോലെയല്ല. ഒരുപാട് രക്ഷിതാക്കളും അതുപോലെ തന്നെ PTA പ്രസിഡൻറ്റും കമ്മിറ്റിയൊക്കെ ആയിട്ട് ഒരുപാട് ഉത്സവങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് LP സ്കൂൾ എന്ന് പറയുമ്പോൾ. എല്ലാവരും നല്ല ബന്ധങ്ങളായിരിക്കും. അതുപോലെയുള്ള ഒരു സ്കൂളാണ്. ഒരു നാടിൻ്റെ സ്പന്ദനമായിരുന്നു. ഒരുപാട് പിഞ്ചു ബാല്യങ്ങൾ വളർന്നു വന്ന് പിഞ്ചു ബാല്യങ്ങൾക്ക് അറിവ് പകർന്നിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ്. നമ്മൾ ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു അപകടം ഒരുമിച്ച്. ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അത്രയും വേദനാജനകമാണ്. ഈ നാട്ടിൽ ഞാൻ പറഞ്ഞ ഒരുപാട് സംഘടനകൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, പോലീസുകാർ, സമൂഹത്തിലെ നാനാ തുറകളിലെ ആളുകൾ ഇവിടെ വന്ന് ഇന്ന് ഇത്രയും പെട്ടെന്ന് ഇന്നലെ സംഭവിച്ചു, ഇന്നിവിടെ ബോഡി എത്തി, ഈ സമയമായപ്പോഴേക്കും എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ആളുകളും രക്ഷിതാക്കളും എല്ലാവരും എല്ലാവരും ദുഃഖിതരാണ്. ശരിക്ക് ഇത് കാണാൻ പറ്റാതെ നമുക്കൊക്കെ നമ്മുടെ മനസ്സാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അപ്പുറമാണ് ഈ ഒരു വേദന എന്ന് പറയുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അവരൊക്കെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. കാരണം നമ്മളെപ്പോലെ ജീവിച്ചവരാണ്. ഒരു സുപ്രഭാതത്തിൽ ഉല്ലാസയാത്രക്ക് പോയി, ആഘോഷിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഇങ്ങനൊരു കണ്ണീരിൽ അല്ലെങ്കിൽ ദുഃഖത്തിലാവും യാത്ര എന്നുള്ളത് ഈ ഒരു നിമിഷം വരെ. കാരണം ഇന്നലെ വൈകുന്നേരമാണ്. ഈ ഒരു സമയത്ത് പക്ഷേ ഒരു യാത്രയിലായിരിക്കാം നമ്മൾ ഈ ഒരു സമയത്ത്. പക്ഷേ അത് നാടിനെ അല്ലെങ്കിൽ നമ്മളെ കേരളത്തെ തന്നെ ദുഃഖത്തിലായിട്ട് നമ്മളെ പ്രധാനമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ എല്ലാവരും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. പ്രേക്ഷകരായിട്ടുള്ള നല്ലവരെല്ലാം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അവരൊക്കെ ആത്മാവിന് വേണ്ടിയിട്ട്, നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാണ്. നന്ദി, നമസ്കാരം.